നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നിർണായക ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ പുകിൽ മലയാള സിനിമയെ സംബന്ധിച്ച് ചെറുതൊന്നുമല്ല. താരരാജാക്കന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. നിയമത്തിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യണം, ഈ ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. എന്നാൽ താരങ്ങളുടെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ പ്രതികരണമൊക്കെ പുറത്തു വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗികാരോപണം നേരിട്ട നടന്മാർ ഉൾപ്പെടെ, അതായത് മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു, അതുപോലെ സംവിധായകൻ രഞ്ജിത്ത്, യുവ താരങ്ങളായ ജയസൂര്യ, അതുപോലെ ഇപ്പോൾ നിവിൻ പോളി, ഇവരെല്ലാം ഈ ലിസ്റ്റിൽ വരുമ്പോൾ എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നതാണ്. ഇപ്പോഴിതാ ജനങ്ങളുടെ സ്നേഹമുള്ളിടത്തോളം കാലം മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് നടി മഞ്ജു വാര്യർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടത്തിയ മഞ്ജുവിൻ്റെ ആദ്യത്തെ ഒരു തുറന്നു പറച്ചിലാണിത്. അതും പൊതുവേദിയിൽ വെച്ചുകൊണ്ടാണ് മഞ്ജു ഇത് പറയുന്നത്. മലയാള സിനിമ ചെറിയ സങ്കടമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. താമരശ്ശേരിയിൽ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലായിരുന്നു താരത്തിന്റെ ഇത്തരമൊരു പ്രസ്താവന. നടൻ ടോവിനോ തോമസും ചടങ്ങിലുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗത്തെക്കുറിച്ചും ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടിയുടെ ഇത്തരത്തിലൊരു പ്രതികരണം. താനും ടോവിനയും ഇന്നിവിടെ നിൽക്കാൻ കാരണം മലയാള സിനിമയാണ്. ഇപ്പോൾ മലയാള സിനിമ കടന്നു പോകുന്നത് ചെറിയൊരു സങ്കടമുള്ള കാലഘട്ടത്തിലൂടെയാണ്. എല്ലാം കലങ്ങി തെളിയട്ടെ, കാർമേഘങ്ങൾ ഒഴിയട്ടെ, നിങ്ങളുടെയൊക്കെ പിന്തുണയും സ്നേഹവും ഉള്ളിടത്തോളം കാലം മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്നും മഞ്ജു വാര്യർ പറയുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ മഞ്ജു വാര്യർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയെക്കുറിച്ച് പറയുന്നത്. എന്തായാലും മലയാള സിനിമയുടെ അമ്മ സംഘടനയുടെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ 17 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൂട്ടരാജി വെച്ചപ്പോഴും WCCയിൽ നിന്നുമുണ്ടായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും ഒന്നും താരം ഇതുവരെ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് മഞ്ജുവിൻ്റെ ഈ ഒരു പ്രതികരണം പുറത്തു വരുന്നത്. ഇനി മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയവരൊക്കെ പ്രതികരണം നടത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെ ഇനി അടുത്ത് ആരാണ്, എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ആകാംക്ഷയോടെ തന്നെയാണ് ഓരോ ദിവസം മലയാള സിനിമ നോക്കിക്കാണുന്നത്. കാരണം പുതിയ പുതിയ ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ ആൾക്കാർ ഇരകളായിട്ടുള്ള വാർത്തകൾ വരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത താരങ്ങൾ കേസിന് വിധേയരാകുന്നു, ലൈംഗിക ആരോപണത്തിന് വിധേയരായി മാറുന്ന ഒരു കാഴ്ച. ഇതൊന്നും ഇതുവരെ നടക്കാത്ത ഒരു സംഭവങ്ങൾ തന്നെയാണ്. മലയാള സിനിമയെ തീർത്തും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.